ഞാനൊരു യാത്രയിലാണ്. അധികവും ഞാൻ വീക്കെൻഡുകൾ പൊതുവെ എവിടെയാണ് ജോലി ചെയ്യുന്ന ആ സിറ്റിയിൽ നിന്ന് മാറിപ്പോകാനുള്ള താല്പര്യമുണ്ട്. 1-2 ദിവസം. കാരണം വേണമെങ്കിൽ ഒരു റിജുവിനേഷൻ അല്ലെങ്കിൽ റീചാർജിങ് എന്നൊക്കെ ഇതിനു വേണ്ടി പറയാം. പക്ഷെ എന്നാൽ തന്നെ ഞാനൊരു ജോലി അവിടെ പോയി മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വീഡിയോ കണ്ടിന്യൂവേഷൻ, അതായത് യൂട്യൂബ് വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ മുടക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. ചിലപ്പോൾ മുടങ്ങിപ്പോവും. ചില കാര്യങ്ങളൊക്കെ ഞാൻ ഉഴപ്പനാണ്. ഇപ്രാവശ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ ജോർജ് പി എബ്രഹാം. അദ്ദേഹം ലേക്ക് ഷോറിലെ സീനിയർ ആയിട്ടൊരു യൂറോളജിസ്റ്റ് ആയിരുന്നു, നെഫ്രോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർജനാണ്, ട്രാൻസ്പ്ലാന്റ് സർജനാണ്. ഏകദേശം 2500 മുതൽ 3000 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അതിലും അദ്ദേഹത്തിന് വലിയ റെക്കോർഡുണ്ട് എന്ന് തന്നെയാണ് പല സീനിയർ ഡോക്ടേഴ്സും പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം കഴിഞ്ഞ സമയത്ത് നിങ്ങളെല്ലാം വായിച്ചു കാണും, വളരെ ദുഃഖത്തോട് പറയും ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അപ്പം അതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പലരും പറയുന്നുണ്ട്, നിങ്ങളും കേട്ട് കാണും, ഞാനും ഇത് ശ്രദ്ധിച്ചു. അപ്പം എൻ്റെ അടുത്തറിയാവുന്ന ചില സുഹൃത്തുക്കൾ, എന്നെ പേഴ്സണലി അറിയാവുന്നവർ, അപ്പോൾ ആ സുഹൃത്തുക്കൾ ചിലരൊക്കെ ഈ ഡോക്ടർ ജോർജ് പി എബ്രഹാമിൻ്റെ പേഷ്യൻസും ആയിരുന്നു. അതേപോലെ സർജറി ഒക്കെ നടത്തിയ ആൾ. പിന്നീട് ഇദ്ദേഹം ശുശ്രൂഷിച്ച, അതായത് ഹീൽ ചെയ്ത പല ആൾക്കാർ, ഇവരൊക്കെ പല രീതിയിൽ എന്നെ ബന്ധപ്പെട്ടു. അപ്പം അവരും പറഞ്ഞു അവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് വരുന്നു. കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇദ്ദേഹം എന്തുകൊണ്ട് സൂയിസൈഡ്, എന്താ അതിൻ്റെ പിറകിലുള്ള കാരണം. അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു ഇഷ്യൂ എടുക്കുന്നത്. അല്ലാതെ ഒരു സൂയിസൈഡ് സംഭവമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ഹൈ പ്രൊഫൈൽ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പുറകിലുള്ള മസാലയൊന്നും തപ്പിപ്പോയി ചെയ്യുന്ന അങ്ങനെ ഒരു പരുവത്തിലൊന്നും ഒരാളല്ല. കാരണം എനിക്ക് എന്നോട് താല്പര്യമുള്ള ഇഷ്യൂ ഒന്നും അല്ല. ഞാനെപ്പോഴും ഒരു സിസ്റ്റത്തെയാണ്, ഇൻഡിവിജ്വലി അല്ല, ഒരു സിസ്റ്റം. അപ്പം ആ സിസ്റ്റത്തിൻ്റെ പോരായ്മകളെ പറ്റി പറയാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞാൻ എഴുതുന്ന ജേർണലിസം ആണെങ്കിലും അതിനോടാണ് കൂടുതൽ താല്പര്യം. അതിൻ്റെ അത്ര ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഒന്നും ഞാൻ എടുക്കാറില്ല. പക്ഷെ ഇതിനകത്ത് ഈ ഡോക്ടറെ പറ്റി പറയുവാണെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ മാത്രമല്ല അതിനകത്ത് ഇഷ്യൂ. കാരണം അതിനകത്ത് പല മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. അതുമായിട്ട് അതിന് പ്രാധാന്യം കൂടുതലുണ്ട്. കാരണം സൂയിസൈഡ് എന്ന് പറഞ്ഞ സംഭവം കൂടി വരുന്നു. അപ്പം ചില ആൾക്കാർ പറയുന്നു ഇദ്ദേഹത്തിന് അതുബുദ്ധിയായിട്ട്, പെർവേർട്ടായിട്ട് അങ്ങനെയുള്ള സൂയിസൈഡിനുള്ള പോസിബിലിറ്റിയാണ്. ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാൻ 2 പേരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവരെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് അറിയണം, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് അറിയണം, ഇദ്ദേഹം എവിടെയാണോ കൂടി നടക്കുന്ന ആ പള്ളി അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ പോവുക, അവരിൽ നിന്നും അറിയണം, ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ, ജൂനിയേഴ്സ്, ഡോക്ടേഴ്സ്, ഇദ്ദേഹത്തിന് വലിയൊരു ഡോക്ടർ വൃന്ദമുണ്ട്. കാരണം ഇദ്ദേഹം പഠിപ്പിച്ച് ഇദ്ദേഹത്തെ ടീച്ചറായിട്ടും മെന്ററായിട്ടും അക്സെപ്റ്റ് ചെയ്ത ഇന്ത്യയിൽ വലിയൊരു ഫാമിംഗ് ഡോക്ടേഴ്സ് ഉണ്ട്. അത് ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന ആളെന്ന് പറയുന്നത് അത്ര മോശക്കാരനൊന്നും അല്ല. കാരണം ഇദ്ദേഹം ഇന്ത്യയിലാണ് പഠിച്ചത്. MBBS ഇന്ത്യയിൽ പഠിച്ചു. ഇന്ത്യയിൽ തന്നെ അതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് തന്നെയാണ് ഇദ്ദേഹം ഈ പറയുന്ന സർജറിയിലേക്ക്, ട്രാൻസ്പ്ലാന്റേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, റെനൽ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ വെച്ച് തന്നെയാണ് ഈ പക്ക ഇന്ത്യനൈസ്ഡ് ഡോക്ടർ. ഇദ്ദേഹം വിദേശ സർവകലാശാലയിലൊന്നും പോയി പഠിച്ചിട്ടില്ല. അപ്പം അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ഈ കാണുന്ന വലിയ പ്രഗത്ഭരായ പല ഡോക്ടേഴ്സും വിദേശത്ത് പോയി പഠിക്കുന്നവരാണ്. നിങ്ങളിപ്പം നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ജോർജ് പി എബ്രഹാം പൂർണ്ണമായിട്ട് ഇന്ത്യനാണ്. ഇന്ത്യൻ രീതിയിലാണ് ഇദ്ദേഹം പഠിച്ചിരിക്കുന്നത്. അപ്പം അവിടെ നിന്നാണ് ഇദ്ദേഹം ഈ പറയുന്ന ഒരു മെഡിസിൻ ലോകം എന്ന് പറഞ്ഞൊരു ഹിമാലയമാണ്, അതിൻ്റെ മുകളിലോട്ട് കയറുന്നത്.
അപ്പം ഇദ്ദേഹത്തെ പറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് ഡോക്ടേഴ്സ് ഉണ്ട്, ഇദ്ദേഹം സഹകരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ഇദ്ദേഹത്തിന് ജൂനിയറായിട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടേഴ്സ് ഉണ്ട്. ഇവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തു. ഏകദേശം 18 മണിക്കൂർ ഈ പോയവർ പല രീതിയിൽ ഇതിൻ്റെ വോയിസും ഓഡിയോയും ഒക്കെ റെക്കോർഡ് ചെയ്തു. പക്ഷെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിതെല്ലാം കേട്ടു, അനലൈസ് ചെയ്തു. അതിനുശേഷം അത് മുഴുവനും ഡിലീറ്റ് ചെയ്തു. കാരണം അവരുടെ അനുവാദമില്ലാതെയാണ് അത് റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ടാണ് അത് ഡിലീറ്റ്. കാരണം അവർ ഇത് റെക്കോർഡ് ചെയ്ത് എന്നെ ഇത് കേൾപ്പിക്കാൻ വേണ്ടിയാണ്. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്, പല രീതിയിൽ പെനട്രേറ്റ് ചെയ്തു. അത് നിങ്ങൾക്ക് വേണ്ട ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ എന്നായി പറയും. പക്ഷേ അത് ആ ഓഡിയോയോ നിങ്ങളെ കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും അത് അവരോട് ഈ പറഞ്ഞ പലരും അവരെ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തു. കാരണം അതൊരു എത്തിക്സിൻ്റെ ഭാഗമാണ്. അപ്പം നിങ്ങൾ മറ്റുള്ള അണ്ടർ കവർ ഓപ്പറേഷൻ അത് കറപ്ഷൻ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഇത് സെപ്പറേറ്റ് രണ്ട് രീതിയാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത്. ഇപ്പം എൻ്റെ ഇതിൻ്റെ ഒരു അനാലിസിസ് അവസാനത്തെയും ഞാൻ ഈ പറയുന്ന റിപ്പോർട്ട് നിങ്ങൾക്കൊരു 95% വിശ്വസിക്കാം. ഈ ഡോക്ടറെ പറ്റി, അതായത് ജോർജ് പി എബ്രഹാം എന്ന് പറയുന്ന ഡോക്ടറെ പറ്റി, അദ്ദേഹം സൂയിസൈഡ് നടത്തിയത് ദുരൂഹമായ സാഹചര്യം, കിഡ്നി അതായത് അവയവ റാക്കറ്റിന്റെ ഭാഗമാണ് എന്നുള്ള സംഭവം, പല സംഭവങ്ങൾ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. കാരണം പല സംശയങ്ങൾ ആൾക്കാർക്കുണ്ടായി. കാരണം അത്രമാത്രം ഈ ജനകീയനായ ഒരു ഡോക്ടറായിരുന്നു ഈ മനുഷ്യൻ. അപ്പം അതിൻ്റെ അകത്ത് 1-2 പേര് എന്നെ വിളിച്ചവര്, എന്നെ ഫോൺ ചെയ്ത് മെസ്സേജ് അയച്ചവര്, അപ്പോൾ ഇറ്റ് ഇസ് വെരി ഷോക്കിംഗ് ആക്ച്വലി. അവർ പറഞ്ഞത് അവർക്കന്ന് ഇതേപോലെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ അത്രയും പണമില്ലായിരുന്നു. അപ്പോൾ പണമില്ലാന്ന സമയത്ത് ഈ ഡോക്ടറോട് പറഞ്ഞു അവരിൽ അത്രയും പണം ഈ സർജറിക്ക് വേണ്ടി അടയ്ക്കാനില്ലായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾ പണം അടയ്ക്കാതിരിക്കുകയോ എനിക്ക് ഇതിൻ്റെ ഫീസ് വേണ്ട, ഞാൻ നിങ്ങൾക്കിത് ചെയ്തു തരുന്നത് എനിക്ക് ഇതിൻ്റെ ഔട്ട്കമാണ് വേണ്ടത്, നിങ്ങൾ ഹീൽ ചെയ്യണം. സി ദ ഇൻറ്റഗ്രിറ്റി ഒരു മനുഷ്യൻ്റെ. അപ്പം ആ പേഷ്യൻ്റ്, ഇദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റായിരുന്ന ഒരാൾ എന്നെ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. എന്നെ ആദ്യമായിട്ട് അദ്ദേഹം ഫോൺ ചെയ്യുകയാണ്. കാരണം അറിയാൻ താല്പര്യമുണ്ട് എന്താണ് ഇതിൻ്റെ പിറകിലുള്ള സംഭവം. കാരണം ഓരോ ആൾക്കാർക്ക് പ്രോക്സിമിറ്റി അടുപ്പമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ പേരിലാണ് ഈ സംഭവം ഞാൻ ഒരു വെഞ്ചറായിട്ട്, അതായത് ഇത് ഏറ്റെടുത്തു. അതിൻ്റെ റിസൾട്ടാണ് ഈ പറയുന്നത്. ഇദ്ദേഹം 75 വയസ്സുള്ള ഡോക്ടറാണ്. അതായത് ഇദ്ദേഹത്തിന് ഈ ഒരു ടീച്ചർ, ഞാൻ പറഞ്ഞു ഒരു ടീച്ചറായിട്ട് അവിടെയും ശോഭിച്ച ആളാണ്. അതിനേക്കാളുപരി ഇദ്ദേഹത്തിൻ്റെ ഇതൊരു പ്രൊഫഷൻ ആയിരുന്നില്ല. ഈ ഡോക്ടർ ജോർജ് പി എബ്രഹാമിന് അദ്ദേഹത്തിൻ്റെ ഒരു പാഷനായിരുന്നു ഈ സംഭവം, കംപ്ലീറ്റ് പാഷനായിരുന്നു. അദ്ദേഹത്തിന് ഈ സർജറി ചെയ്ത് അതിൻ്റെ ഔട്ട്കമോ റിസൾട്ടോ വന്നില്ല എങ്കിൽ ഇദ്ദേഹം ഭയങ്കരമായിട്ട് തകർന്നു പോകും. എപ്പോഴും സർജറി ചെയ്യുക, ആൾക്കാരെ ഹീൽ ചെയ്യുക, ഇത് മാത്രമാണ് പുള്ളിയുടെ ലൈഫിലുള്ളത്. പക്ഷെ പുള്ളി ഒരു ജോമിയൽ ടൈപ്പ്, കളിച്ച് തമാശയൊക്കെ പോകുന്ന ഒരു രസകരമായ, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഹംബിൾ സിമ്പിൾ പേഴ്സണാലിറ്റി ആയിരുന്നു. ഇദ്ദേഹത്തിന് പണം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. പദവികൾ മനസ്സിലാക്കുക, അതും പ്രശ്നമായിരുന്നില്ല. കാരണം ഇദ്ദേഹം പത്മശ്രീയും പത്മഭൂഷണ അവാർഡും അതിൻ്റെ ഒന്നും പുറകെ പോയിട്ടില്ല. ഇദ്ദേഹത്തിന് ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആയിരുന്നു, ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അദ്ദേഹത്തിന് സർജറിയും ഈ സംഭവങ്ങളും എപ്പോഴും നടത്തണം. അതിനകത്ത് മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരാളായിരുന്നു. അത്രമാത്രം ആ പ്രൊഫഷനെ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാൾ. ഇദ്ദേഹത്തിൻ്റെ പിതാവ് യാക്കോബ സഭയിലെ ഒരു കോർ എപ്പിസ്കോപ്പി ആയിരുന്നു. അമ്മ സാധാരണക്കാരി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സാധാരണ വീട്ടമ്മ മാത്രം. ഒരു മകനുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തെ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഡോക്ടറും കൂടിയാണ്. അടുത്ത ചോദ്യം, എന്തിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്? ഇതാണ് ചോദ്യം. അവിടെയാണ് സംശയങ്ങൾ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയാം. ഈ മനുഷ്യനെ
75 വയസ്സുണ്ടായിരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇദ്ദേഹത്തിന് ബാക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ സുധീർ അദ്ദേഹം ഒരു സർജറി നടത്തി. അപ്പം അതിനുശേഷം ഇദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഈ കംപ്ലീറ്റ് ഹീൽ എന്ന് പറഞ്ഞ സാധനം അതിലേക്ക് പോകാൻ പുള്ളിക്ക് പറ്റിയില്ല. ഇതാണ് അതിൻ്റെ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം. കാരണം ഇദ്ദേഹത്തിന് മനസ്സിലായി, കാരണം ഇദ്ദേഹം ഡോക്ടറാണ്. മറ്റുള്ളൊരു ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടും സർജറിയും ഒക്കെ കഴിയുമ്പോൾ ജോർജ് പി എബ്രഹാമും ശരിക്കും അനലൈസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഡോക്ടർ പറയേണ്ട ആവശ്യമില്ല. കാരണം പഴയ പോലെ അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ നടക്കില്ല. ഒന്നാമത്തെ കാര്യം പ്രായമാകുന്നു. രണ്ടാമത് ഇതിൻ്റെ പെർഫെക്ഷൻ അയാൾക്ക് കിട്ടുന്നില്ല. പ്രായം പഴയ പോലെ പെട്ടെന്ന് സർജറി ചെയ്യാനും അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് വരുന്നില്ല. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച പോലെ റിസൾട്ട് വരുന്നില്ല. അതിനെന്തോ പ്രശ്നമായി. ഈ സർജറി കഴിഞ്ഞ ശേഷം, അതായത് ഇദ്ദേഹത്തിൻ്റെ ബാക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ട് സർജറി കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ തോന്നലുണ്ടാകാൻ തുടങ്ങി. അതായത് പഴയ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പാഷനായിട്ടുള്ള ആ ലൈഫ് ഇനി അയാൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം ആ ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ട് ഡോക്ടർ ജോർജ് പി എബ്രഹാമിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന മാനസിക വിഭ്രാന്തിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തോട് അറിയാവുന്ന ചില ഡോക്ടേഴ്സിനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരു ഡോക്ടറെ കണ്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കുകയൊന്നും ചെയ്തില്ല. കാരണം ഈ പറയുന്ന ഡോക്ടർക്കറിയാം ഇത് ഇങ്ങനെ ഡിപ്രഷനോ സംഭവം ഉണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള മെഡിസിനാണ് കഴിക്കേണ്ടതെന്ന് അറിയാം. ഞാൻ ഈ പറയുന്ന സംഭവം മനസ്സിലാക്കും. ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർക്ക് ഇതിനെപ്പറ്റി ഒരു മൂന്നാമതൊരാളോട് ഡോക്ടറോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പൊ അദ്ദേഹത്തിനും അറിയാം ഇനി എത്ര നാണ് പുള്ളിക്ക് ഈ പറയുന്ന പുള്ളിയുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിൽ പുള്ളി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ എവിടെയും പറഞ്ഞിട്ട് ഏതെങ്കിലും ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങി കഴിച്ചു, ആ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ നടത്തി, ആരും പറയുന്നില്ല. കാരണം ചിലപ്പോൾ അദ്ദേഹം അതിന് തുരിഞ്ഞു കാണാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. അല്ലെങ്കിൽ എന്ത് മെഡിസിൻ വേണം, ഇത് പുള്ളിക്ക് മേടിച്ച് കഴിക്കാൻ സാധിക്കും. ഇത് രണ്ടിലേതെങ്കിലും ഓപ്ഷനാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പക്ഷെ പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിരുന്നു. പക്ഷെ പുള്ളിയുടെ സാറ്റിസ്ഫാക്ഷൻ ഈ സർജറി ഇതൊക്കെയാണ്ട് ഈ പറയുന്ന സൂയിസൈഡിന് ഒരു ദിവസം മുമ്പ് തന്നെ അദ്ദേഹം പോയി സർജറി ഒക്കെ നടത്തി. കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന ഔട്ട്പുട്ട്, അതായത് ഔട്ട്കം ഈ പഴയ പോലെ ചെയ്യാൻ കഴിയുന്നില്ല. അത് പുള്ളിക്ക് ഷോക്കിംഗ് ആയി. ഇതാണ് ബേസിക്കലി ഉണ്ടായ സംഭവം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പഴയ ഓർത്തെടുക്കുന്ന സംഭവമാണ്. എൻ്റെ ഒരു സുഹൃത്താണ് CP സുരേന്ദ്രൻ. ഇദ്ദേഹം നമ്മുടെ CP രാമചന്ദ്രൻ എന്ന് പറയുന്ന പഴയുടെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ അസോസിയേറ്റ് എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മലയാളികൾക്ക് ഇദ്ദേഹത്തെ ഈ CP സുരേന്ദ്രനെ അറിയാം. അദ്ദേഹത്തിൻ്റെ പിതാവിനെ അറിയാൻ വഴിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് പവൻ എന്ന് പറഞ്ഞ ഒരു റൈറ്ററായിരുന്നു. ഇപ്പോൾ CP സുരേന്ദ്രൻ ഞങ്ങൾ പാലക്കാട് ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് താമസിച്ചിട്ടുണ്ട് സമയത്താണ്. അപ്പോൾ സുരേന്ദ്രന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കഥ എഴുതി. അപ്പോൾ കഥ എഴുതി അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി അതിനെ മോഹൻലാലിനെ നായകനാക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ധാരണയിലായി. ഇപ്പോൾ CP സുരേന്ദ്രൻ ഞാൻ നേരത്തെ പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് എഡിറ്റർ, സീനിയർ എഡിറ്റർ ആയിരുന്നു. പിന്നീട് ഓപ്പൺ മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. പിന്നെ പല മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. പുള്ളി നല്ലപോലെ പോയംസ് ഒക്കെ എഴുതുന്ന ആളാണ്. വെൽ റിപ്യൂട്ടഡ് ഇന്ത്യയിലെ റൈറ്ററാണ് ഈ CP സുരേന്ദ്രൻ. അപ്പം CP ഈ കഥ എന്നെ കാണിച്ചു. അപ്പം അതിൻ്റെ അകത്ത് ഒരു പാലക്കാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഒരു ഡോക്ടർ, ഒരു ഹിന്ദു ബിലീവറാണ് പുള്ളി. അതായത് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ പൂജയൊക്കെ നടത്തിയിട്ട് പോകുന്ന ഒരു ഡോക്ടർ. അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു യൂറോപ്പിലൊരു രാജ്യത്താണ്. അപ്പം ഒരു മധ്യവയസ്കനായ ഡോക്ടറാണ്. അപ്പം അദ്ദേഹം പല ആൾക്കാരെയും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആൾക്കാർക്ക് ഇനിയും ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇഞ്ചക്റ്റ് ചെയ്ത് വേദനയില്ലാതെ
അവരെ കൊല്ലുന്ന, അവർക്ക് മരണം കൊടുക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പം ഈ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ ഒരു ദിവസം ഉണ്ടായ ഒരു സംഭവം, അതായത് രാവിലെ പൂജയൊക്കെ നടത്തി ചന്ദനക്കുറിയൊക്കെ ഇട്ട്, പക്ഷേ മലയാളിയാണ്, മണിയൊക്കെ അടിച്ച് എല്ലാം നടത്തിയിട്ട് ഒരാളെ അന്നത്തെ ദിവസം അയാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ പോകുന്ന കാറയിൽ വിധിക്കുന്ന ഒരു ജേർണിയുണ്ട്. മനോഹരമായിട്ടാണ് CP അത് എഴുതിയത്. അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി. അതിനിടയ്ക്ക് MDയുടെ കഥ അടിച്ചു മാറ്റിയ ഒരു മഹാബിരുദനുണ്ടല്ലോ പാലക്കാടുള്ള, അയാൾ ഇയാൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ കക്ഷിക്ക് എനിക്കൊന്നും അയാൾക്ക് ഈ കഥയും ക്ലാപ്പും കോപ്പും ഒന്നും വായിച്ചാൽ മനസ്സിലാവത്തൊന്നുമില്ല. അപ്പം CP ഈ കഥ എഴുതിയേക്കുന്ന ഹോളിവുഡ് രീതി, അതിനുവേണ്ടി ഹോളിവുഡ് ഡയറക്ടർ വരെ ആയി. പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞ ആള് ഈ മിടുക്കന്മാരായ ഡ്രൈവറുണ്ട്, സെലിബ്രിറ്റി ഡ്രൈവർ പറയുന്നത് കേൾക്കുന്ന ഒരാളാണ്. കാരണം ഈ കഥ മനസ്സിലാകാൻ പാടാം. കാരണം ഇന്ത്യയിൽ ഞാൻ ഇതേപോലെ ഒരു കഥയും തീമും കണ്ടിട്ടില്ല. ഞാൻ വ്യത്യസ്തമായ കഥ. അപ്പം അതിനകത്ത് ഈ അയാൾ മരിക്കാൻ വേണ്ടി അതിനെ ഇഞ്ചക്ട് ചെയ്ത് കൊല്ലാൻ പോകുമ്പോൾ അപ്പം ആ ഡോക്ടർക്കുണ്ടാകുന്നൊരു മനോഭാവമുണ്ട്. അപ്പം അതും ഈ പറയുന്ന ഡോക്ടർ സൂയിസൈഡ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സൂയിസൈഡിനകത്ത് ഈ പറയുന്ന ദുരൂഹതയൊന്നുമല്ല. ചില മനുഷ്യർക്ക് ചില സന്ദർഭങ്ങളിൽ അവർക്ക് മതിയാക്കി ഇനി ജീവിതം, മറ്റുള്ള ആർക്കും. കാരണം ഈ പറയുന്ന പോലെ പാഷനായിട്ട് ജീവിച്ച് അതിൽ കൂടെ മാത്രം ലൈഫ് മുന്നോട്ട് പോയവർക്ക് അവർക്ക് ചിലപ്പോൾ മനസ്സിലാകും ഇനി അവർക്ക് അതേപോലെ പോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ ആ ലൈഫ് മുഴുവനും ഈ പ്രായമാണെങ്കിലും ഇഞ്ചുറി ആണെങ്കിലും ബെഡ് റിഡൻ കണ്ടീഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് അങ്ങ് ഔട്ടായി പോകും. അതിനേക്കാളും നല്ലത് സ്വയമേ അങ്ങ് മരിക്കുക. ഇതെല്ലാം അവിടെ പറയാനുണ്ടായ കാരണം, എൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന ഡോക്ടർ ജോർജ് പി എബ്രഹാം പൂർണ്ണമായിട്ടും അദ്ദേഹം തീരുമാനിച്ചെടുത്ത ഒരു സൂയിസൈഡ് തന്നെയാണ്. ഇതിനകത്ത് അവയവം, കിഡ്നി, മണ്ണാങ്കട്ടൊരു കോപ്പുമില്ല. അതിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പോലീസിൻ്റെ FIRലാണെങ്കിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു രീതിയിൽ പോകുന്ന ഒരാളല്ല ഡോക്ടർ ജോർജ് പി എബ്രഹാം. എൻ്റെ സാധാരണ ഹംബിൾ സിമ്പിൾ പേഴ്സണാലിറ്റിയാണ്. ഈ പറയുന്ന റാക്കറ്റിനകത്ത് ചെന്ന് വീഴാനുള്ള സാധ്യത 1%. കാരണം അയാൾക്ക് അങ്ങനെ അംബീഷൻ ഇല്ല. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുള്ളിയുടെ ഔട്ട്കം, പുള്ളിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു രോഗിയെ ശുശ്രൂഷിച്ച് ഹീൽ ചെയ്യുക. അതിന് പണവും പ്രശ്നമല്ല. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യന് ഒരു സ്പെസിഫിക് ആയ പുള്ളിയുടെ പാഷനും ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് അതേപോലെ പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടായി. ആ തോന്നലല്ല, അത് കറക്റ്റ് തന്നെയാണ്. കാരണം അത് പലരോടും പറഞ്ഞിട്ടുണ്ട് സംഭവം. അതേപോലെ പഴയ പോലെ സർജറി ചെയ്ത് ആൾക്കാർ കൃത്യമായിട്ട് ഔട്ട്കം കൊടുത്ത് ഹീൽ ചെയ്യാൻ പറ്റില്ല ഇനി. അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സൂയിസൈഡ് മാത്രമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.